ഗൈസ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ലൈക്കം വാട്ടർ പാലസ്. ഇത് ഇരവികുളം നാഷണൽ പാർക്കിൽ പെടുന്നതാണ്. കാരണം നമ്മുടെ കേരളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഒരു ഫോട്ടോസാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന സ്ഥലമാണ്. ടിക്കറ്റിന് 50 രൂപയാണ് ഇവിടെ പറയുന്നത്. ഒരാളിനെ പെർ ഹെഡ് 50 റുപ്പീസാണ്. അപ്പോൾ നമ്മളതൊന്ന് കയറി കാണാം, അതിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ കൗണ്ടറിലേക്ക് വരുന്നതാണ് ആദ്യം. പിന്നെ കോപ്പി ക്യാഷ് കയറ്റൊക്കെ ഉണ്ട്. നോക്കാം, നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് മേടിക്കാം. ടിക്കറ്റ് കൗണ്ടർ ഇതാണോ? കുട്ടികൾക്കുണ്ടോ ടിക്കറ്റിൻ്റെ? 5 വയസ്സിന് മുകളിൽ. അപ്പോൾ 1, 2, 3, 4, 5 ഉണ്ട്. 1, 2, 3, 4 എണ്ണം. അല്ല, വെള്ളത്തിൽ ഇറങ്ങാൻ നമ്മൾ ടിക്കറ്റ് മേടിക്കുകയാണേ. കുടിക്കുകയാണ്. ഇപ്പോൾ മഴയാണ്ട് കുളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ നമുക്കിവിടെ കുളിക്കാമായിരുന്നു, ഇപ്പോൾ അത് മഴ കാരണം കുളിക്കാൻ പാടില്ല, അപ്പോൾ വെള്ളം നീരൊഴുക്ക് കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ കാണാമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ അവരുടെ വാക്കുകൾ മാനിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കഴിച്ച് എന്തായാലും 5 വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. ഞാൻ ഒരാൾക്ക് ടിക്കറ്റ് എടുത്തില്ല, ഒരാൾക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരാൾ കുഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഒരു നീരൊഴുക്കാണ് ഇവിടെ നിന്ന് വരുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നോക്കാം. സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അടുത്ത ഇവിടെ ഒരു ചെക്കിംഗ് പോയിൻ്റുണ്ട്. ഇവിടെ ചെക്കിങ്ങിൽ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനെ ചോദിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് കൊടുത്ത് കാണിച്ച് 5 പേര് 124 അപ്പോൾ അത് കയറി. അവൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. കുറച്ച് പടിക്കെട്ടുണ്ട് കയറി പോവാൻ. നമ്മളതിന് പടിക്കെട്ട് ഇങ്ങനെ കയറി. വാഴ നേരത്തെ നല്ല വളഞ്ഞു നിന്നാണ്, ഇപ്പോൾ കരിഞ്ഞു പോയി. നമുക്ക് വാഴയായിരുന്നു. ആ കല്ല് അതിങ്ങനെയാണ് നിൽക്കുന്നത്. നേരത്തെ നല്ല പച്ചപ്പായിരുന്നു. ഒരു കുറവുണ്ട്, കരിഞ്ഞു പോയി. അപ്പം അതിന് പ്രായം കഴിഞ്ഞതാണ് തോന്നുന്നത്. കരിഞ്ഞു പോയോ വാഴ? നേരത്തെ നന്നായിട്ടിരുന്നതാണ്. മഴ ഇപ്പം ഇച്ചിരി മഴ മാറി നിൽപ്പുണ്ട്. അപ്പോൾ നേരത്തെ വാഴയുടെ പ്രായം കഴിഞ്ഞു എന്നാണ് സാറ് പറയുന്നത്. അങ്ങനെ കരിഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഫോറസ്റ്റാണ് ഇത്. കേരള വന വന്യജീവ വകുപ്പ്. നമ്മുടെ വഴുതയ്ക്കാടാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. പിന്നെ നമ്മുടെ PTP നഗർ നമ്മുടെ തൊട്ട അയൽവക്കം അവിടെയാണ് ഇതിൻ്റെ ഓഫീസൊക്കെ. ഇത് അവിടുത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരാം. ഫോറസ്റ്റ് സ്റ്റേഷനാണ് കേട്ടോ. ഭാഗത്തോടെ ഫോട്ടോ എടുക്കാൻ പോസ്റ്റിനായിട്ട് ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ട്. ആമിനായും കൂടെ പോയി സ്ഥലം ബാലൻസ് ഇരിപ്പുണ്ട്. നടുക്ക് മോളിരുന്നോണ്ട് ഞാൻ ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നു. മനോഹരമായ സ്ഥലത്താണ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് ഈ വാട്ടർ ഫോൾസ് ഒന്ന് കാണണം കേട്ടോ. നേരിട്ട് കാണുന്നതിൻ്റെ ഒരു പ്രത്യേകത വളരെ സുഖമാണ്. നല്ല അതിമനോഹരമാണ്. ഇത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ്. നമ്മൾ ഈ മറയൂർ വരുമ്പോഴും കാന്തല്ലൂർ പോകുന്ന ഭാഗത്താണ് വാട്ടർ ഫോൾസ്. ഇത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം വരണം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ കാണുക നല്ല മനോഹരമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇനി അടുത്തതിൻ്റെ വാട്ടർ നമുക്ക് നോക്കാം. നമ്മൾ ലൈക്ക് വാട്ടർ പാഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ ഒരു പടിക്കെട്ട് കയറിയിട്ടുള്ള സംഭവമാണ്. അതാണ് റോഡ്. ആ റോഡിൻ്റെ പാലം. പിന്നെ ഇത് നല്ലൊരു വ്യൂ ആണ് കാണാൻ. ഇത് മറുപടി തമിഴ്നാടാണ്, ഇത് കേരളത്തിലാണ്. നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെയാണ്. അത് രസമുള്ള സ്ഥലമാണ്. നല്ല വെള്ളപ്പാച്ചിലൊക്കെ കൊള്ളാം കേട്ടോ. മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത സൈഡിലോട്ട് പോവുകയാണ് കേട്ടോ. കൊടുക്കാശികൾ ഓടുന്നുണ്ട്. കാരണം എന്ത് രസമാണ്. സൂം ചെയ്ത് കൊടുത്ത് ഒന്ന് സൂം ചെയ്ത് കൊടുത്തേ. അടിപൊളിയാണ്. പാറ ഇടുക്കിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ കുളിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ അത് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് കാരണമെന്നുള്ളത് ശരിക്കും മഴയാന്നൊക്കെ പറഞ്ഞ്.
അപ്പോൾ അതിൻ്റെ വ്യക്തത ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. മഴയായത് കാരണം കുളിക്കാൻ ഇറങ്ങണ്ട എന്നാണ് ഇവിടെ ഉള്ള ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. കുളിക്കാനാണെങ്കിൽ പറ്റത്തില്ല. നേരത്തെ പറ്റുമായിരുന്നു, ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വേണ്ട. മനോഹരമായ ഒരു അരികീസാണ്. ഇവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മളവിടെ ഒരു ചേച്ചി വരുന്നുണ്ട്, അവരോട് കാര്യം ചോദിക്കാം. ഹായ് ചേച്ചി, നമ്മളൊരു ചാനലിനോടെയാണ് ഒരു ഹായ് പറഞ്ഞ ചേച്ചി നമ്മുടെ ചാനലിൽ. അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചു. ചേച്ചി നേരത്തെ കുളിക്കാമെന്ന് പറഞ്ഞു, ഇപ്പോൾ കുളിക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ്? മഴയൊഴുക്ക് കൂടുതലായതുകൊണ്ടാണ്. ശരി. അപ്പോൾ നമ്മുടെ മഴയൊഴുക്ക് കൂടുതലായതുകൊണ്ടാണ്. ഇപ്പോൾ താഴെ സാറ് പറഞ്ഞ പോലെ അവർ പറയുന്നതൊക്കെ. അപ്പോൾ ഇനി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റും. ഞങ്ങൾക്ക് കുളിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല കേട്ടോ. നല്ലൊരു ആലുമരം, വലസൈഡിലിട്ട് ആലുമരം, നല്ല രസമുള്ള പാറകളും കെട്ടുകളൊക്കെയാണ്. നോടിച്ച് ഇങ്ങനെ വഴുക്കലുള്ള പാറയാണ്, സൂക്ഷിച്ചില്ല. പക്ഷെ നമ്മുടെ കുറ്റാലം പാലരുവിയൊക്കെ പോകുന്നത് പാലരുവിയാണ്. കുമ്മലയൊക്കെ പോകുമ്പോൾ ഇതിപ്പോൾ ഒഴുക്ക് കൂടുതലായതുകൊണ്ടാണ് കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. നല്ല കുളിക്കാൻ സൗകര്യം സംഭവമുണ്ട്. നിറയെ പാറക്കെട്ടുകളൊക്കെ ഉള്ളതാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാലരുവിയുടെ വെള്ളച്ചാട്ടം നമുക്കൊന്ന് കാണിക്കാം. സ്റ്റോറി ഓഫ് ദ സ്ട്രീം. അങ്ങോട്ട് ഇറങ്ങി കല്ലുകെട്ടുകളുണ്ടാക്കിയ പടിയാണ് കേട്ടോ. കുളിക്കാമായിരുന്നു. മഴ വെള്ളപ്പാച്ചിൽ കൂടുതലായതുകൊണ്ട് കുളിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം. കാരണം മഴ ഏത് സമയത്താണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി കുളിക്കാമായിരുന്നു. എന്നാൽ നമ്മൾ അങ്ങോട്ട് നോക്കാം. നല്ല അടിപൊളി കൽക്കെട്ടുകൾ ഉണ്ടാക്കിയ പടികളാണ് കേട്ടോ, കല്ല് വെച്ച്. വാട്ടർ മേ റൈസ് അറ്റ് എനി ടൈം, ബി കെയർഫുൾ. കാരണം ഇവിടെ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ വരണം. പക്ഷേ നിങ്ങൾ കുളിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം മഴ കാരണം ഇതങ്ങ് അടച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്കിവിടെ ഇറങ്ങാമായിരുന്നു, അടച്ചിരിക്കുക. നല്ല മനോഹരമായ നല്ല സൂം ചെയ്ത് കാണിച്ചു തരാം. വെള്ളം നല്ല പാഞ്ഞു വരുന്നുണ്ട്. എന്തായാലും നല്ല സൂപ്പറാണല്ലോ, രസകരമായ സംഭവമാണ്, കാഴ്ചയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നോക്കുക, നല്ല പാറപ്പെടാം. കാരണം നമ്മുടെ കല്ലാറ് പാലരി നീലമരിക്ക ഒഴുകുമാതിരി നല്ല ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ്, നല്ല രസമുണ്ട്. ഒരു സുഖവും നമുക്കൊരു സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു പ്രകൃതിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വിഷമങ്ങളുടെ ഘട്ടങ്ങളിലായിരുന്നാൽ പോലും നമുക്ക് ആ ഒരു കാഴ്ച കാണുമ്പോൾ നല്ല രസമാണ്. അല്ലെങ്കിൽ സൂം ചെയ്താൽ മരയണ്ണാനെ പിടിച്ച് അവനെന്താ ഭക്ഷണം കഴിക്കുകയാണ്. അവൻ വിശക്കാൻ തോന്നുന്നുണ്ടോ, അതാ കഴിക്കുകയാണ്. അപ്പോൾ അതാ കയറി പോകുന്നു മരയണ്ണ. അതാ മുകളിൽ കയറി കേട്ടോ, മരയണ്ണ മുകളിൽ കയറി. അത്